സോ നമ്മൾ ഇന്ന് ടർക്കി ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. വേണ്ടേ ഇന്നലെ ബ്രൈനൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് സ്പൈസൊക്കെ ഇട്ട് സോ വി റെഡി ടു ഗോ. പക്ഷേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വെൽക്കം ടു കുക്കിംഗ് വിത്ത് JJP. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്ഗിവിന് നമ്മൾ സാധാരണ ഓവനിലൊക്കെ വെച്ചാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. ആൾക്കാർ 10-12 മണിക്കൂറൊക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യുകയാണ്. സോ ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ്ഗിവിന് ഒരു ഓണം സെലിബ്രേഷൻ പോലെയാണ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെ മാരിനേറ്റ് ചെയ്തതെന്നും എങ്ങനെ ബ്രൈൻ ചെയ്ത് ലാസ്റ്റ് നൈറ്റ് വെച്ചതെന്നും പെട്ടെന്ന് കാണിച്ചിട്ടൊട്ടെന്ന് വരാം. സോ വി ആർ ഫ്രൈങ് അവർ ടർക്കി. സോ അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ഓയിൽ നമുക്ക് അറിയണം കറക്റ്റ് ലെവലാണെന്ന്. സോ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന ആദ്യമേ വെച്ചാൽ ഇത് ടർക്കി ഇട്ടതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ അത് നിറഞ്ഞു നിൽക്കണം. ടർക്കിയുടെ മേളിൽ വെള്ളം വരും. ആ ലെവലിനനുസരിച്ചാണ് നമ്മൾ ഓയിൽ ഒഴിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഡേഞ്ചറസ് ഒഴിവാക്കാം. സോ വുഡ് ബി ലൈക്ക് ഫയറൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇത് ഒത്തിരി തുളുമ്പിക്കഴിഞ്ഞാൽ ഈ എണ്ണ. സോ അതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം എപ്പോഴും. അതുകൊണ്ട് നമ്മൾ ആ ട്രിക്ക് ഞാൻ കാണിച്ചു തരുവാണ്. ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ചെയ്യാത്തവർക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ടർക്കി ഇവിടെ ഇരിപ്പുണ്ട്. ഒരു 13 പൗണ്ടിൻ്റെ ഒരു ടർക്കിയാണ്. നമ്മളിനി വെള്ളം ഒഴിക്കുകയാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഇത് എടുത്തപ്പോൾ നോക്കണം ലെവലിലുള്ള വാട്ടർ ഇതാണ് ടർക്കി വെച്ചിട്ട് കിട്ടിയിരിക്കുന്നത്. സോ എനിക്കറിയാം എവിടെയാണ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ എല്ലാവരും മാർക്ക് ചെയ്യും, എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് എടുത്ത് കളയും മാർക്ക് ചെയ്യുന്നത്. നമ്മളിത് ബ്രൈൻ ചെയ്യാൻ പോവാണ് ഈ ടർക്കി. ആ മാരിനേഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമ്മൾ ടർക്കി ബ്രൈൻ ചെയ്യാൻ പോവാണ്. സോ അതിനുള്ള പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. സോ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഇത് വേണ്ട. നെക്ക് വി ഡോണ്ട് നീഡ് ദാറ്റ്. ഓൾസോ ദിസ് പ്ലാസ്റ്റിക് റൈറ്റ് ഹിയർ വി ഡോണ്ട് നീഡ് ദിസ്. കാരണം ഇതെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ ബേൺ ആയി പോകും. സോ അതെല്ലാം എടുത്ത് കളഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് ഇത് കണ്ടോ, കുറച്ച് ഫാറ്റ് ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഇതിൻ്റെ ആവശ്യമില്ല. ഫാറ്റ് കുറേ ഉണ്ട്. ഇത് കണ്ടോ, ഈ ഫാറ്റ് ആവശ്യമില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫാറ്റായിട്ട് എടുക്കണം. അതിന് വേണ്ട ചേരുവകളല്ല ഞാനൊന്ന് പറഞ്ഞേക്കാം പെട്ടെന്ന്. നമുക്ക് വേണ്ടത് വെജിറ്റബിൾ ബ്രോത്ത്. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ടർക്കി ബ്രോത്ത് എടുക്കാം. ഒരു മാംഗോ, പച്ചമാങ്ങ. സോ ബ്രൗൺ ഷുഗർ ഒരു 1.5 കപ്പ് ബ്രൗൺ ഷുഗർ, 1.5 കപ്പ് ബ്രൗൺ ഷുഗർ, ഒരു ഓണിയൻ, അതുപോലെ തന്നെ 2 ഓറഞ്ച്, ഹാലപ്പീനോ പെപ്പർ, ഗാർലിക്കും ജിഞ്ചർ, 1 കപ്പ് ഓഫ് കോഴ്സ് സോൾട്ട്, 2 ആപ്പിൾ, അത് നല്ല പുളിയുണ്ട്, മുഴുവനേ ഉള്ള നമ്മുടെ പെപ്പർ, അതോടൊപ്പം തന്നെ ബേ ലീഫ്, സിനമൺ സ്റ്റിക്സ്. സോ ദാറ്റ്സ് അത്രയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പൗൾട്രി ബ്ലെൻഡ് ഉള്ളത്, അതായത് റോസ്മേരിയും സേജും തൈമുമാണ് അതിനകത്തുള്ളത്. അതോടൊപ്പം തന്നെ ഞാനിത് ഇഞ്ചക്റ്റും ചെയ്യുന്നുണ്ട്. സാധാരണ ചിലവർ ബ്രൈൻ മാത്രം ഇത് ഇഞ്ചക്റ്റ് ചെയ്യത്തില്ല, ബ്രൈൻ മാത്രം ചെയ്ത് വെക്കും. പക്ഷേ ഞാൻ ഇത് ഇഞ്ചക്റ്റും ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പൈസസ് ഇട്ടാണ് അത് ചെയ്യുന്നത്. ഇന്ത്യൻ സ്പൈസാണ് ഇതിനകത്തുള്ളത്. നമ്മൾ പെപ്പറുണ്ട്, പിന്നെ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുണ്ട്. സോ ടർമറിക്, ഓർഗാനിക് പെപ്പറിക്ക, ഓണിയൻ സോൾട്ട്, ഗാർലിക്ക്, അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു സംഭവം തന്തൂരി മിക്സ്. ഒരു ചെറിയ കൂടെ ഫ്ലേവർ കൂടുതലാവാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. സോ നമ്മൾ 1 ഗാലൻ വെജിറ്റബിൾ ബ്രോത്ത് ഒഴിച്ചു. അതിനുശേഷം അതിന് അത്രയും വെള്ളം ഒഴിച്ചു. ഇനി അത് ബോയിൽ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ വെജിറ്റബിൾ ബ്രോത്ത് അവിടെ ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്നു. ആ സമയം കൊണ്ട് നമുക്കിവിടെ ഇഞ്ചക്റ്റ് ചെയ്യാനുള്ള സ്പൈസസ് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാം നമുക്ക്. ഓക്കെ, നമ്മുടെ പെപ്പർ, ടർമറിക്, നമ്മുടെ മഞ്ഞൾപ്പൊടി, നമ്മുടെ ഓണിയൻ സോൾട്ട്, ഗാർലിക്ക്, നമ്മുടെ പെപ്പറിക്ക, നമ്മുടെ തന്തൂരി മസാല, ശകല ഉപ്പ് നമ്മൾ ഇട്ടേക്കാം, ശകല ഉപ്പ്. ഓക്കെ, നമുക്ക് വെള്ളം ഒഴിച്ചതെന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് പിന്നെ ഇഞ്ചക്റ്റ് ചെയ്യാം. ഓക്കെ, ഈ പ്രോസസ്സ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചെയ്യേണ്ട. കാരണം ബ്രൈൻ ചെയ്യുന്നത് തന്നെ ഇനഫാണ്. കാരണം അത്രയ്ക്ക് സ്പൈസസ് നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. ബ്രോത്ത് കുറച്ച് ബോയിൽ ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബ്രൗൺ ഷുഗർ ഇടാം, നമ്മുടെ ഉപ്പിടാം, കുരുമുളക്, garlic, ginger and our onion. സോ അത് ബോയിൽ ചെയ്തു. നമ്മളിത് ഓഫ് ചെയ്തതിനു ശേഷം നമ്മുടെ
ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ചേർക്കുന്നു. ഹാലപ്പിനോയും അതോടൊപ്പം തന്നെ നമ്മൾ ഓറഞ്ച് നമ്മൾ 2 ഒന്ന് ഇച്ചിരി പിഴിഞ്ഞൊഴിച്ച് അതിനകത്തോട്ട് ഇടുകയാണ്. നമ്മുടെ മാങ്ങ, ആപ്പിള് എല്ലാം. സിനമൻ ഇടുന്നു, സിനമൻ സ്റ്റിക്ക്. അതിനുശേഷം നമ്മുടെ ബേ ലീഫ്, ശേഷം നമ്മുടെ പോട്രി മിക്സ്, തൈമും സേജും റോസ്മേരിയും ഇടുന്നു. അവിടെ ഇരിക്കട്ടെ. ഇതിനി നമുക്ക് വേറെ പ്രോസസ്സുണ്ട്. ഇത് നമ്മൾ ഐസ് ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഉപ്പ് ഇച്ചിരി തോനെ ഇട്ടത്. കൂടുതൽ വേണ്ടവർക്ക് ഇനിയും കുറച്ചുകൂടെ ഉപ്പിടാം. സോ നമ്മൾ ഇങ്ങനെയുള്ളൊരു കൂടലാണ് നമ്മുടെ മിക്സ് എല്ലാം കൂടെ പുരട്ടി വെക്കാൻ പോകുന്നത്. സോ അതുവേണ്ടി നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരണം. അതുകൊണ്ട് കുറച്ച് ഐസ് മേടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ മിക്സ് വേണ്ടേ ബ്രൈൻ ചെയ്ത് വേണ്ട ഇതെല്ലാം കൂടെ ചേരുവെല്ലാം കൂടെ ഇട്ടുള്ള മിക്സാണ്. ഇനിയിപ്പോൾ ഇത് വേണ്ട ഈ ഐസിനകത്തോട്ട് നമ്മൾ ഒഴിച്ച് റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവന്ന് വേണ്ട കറക്റ്റായിട്ട് നമ്മൾ എല്ലാം ബോയിൽ ചെയ്ത് കറക്റ്റ് അളവിനെല്ലാം ചെയ്തു. അതിനുശേഷം നമ്മളൊരു കൂളറുണ്ട്. ആ കൂളറിനകത്ത് ആ മിക്സ് എല്ലാം കൊണ്ടുവച്ചു. അതിനുശേഷം ഐസ് ഇട്ട് എല്ലാം റെഡിയാക്കിയാണ്. നമ്മളിന്ന് ടർക്കി നാളെ ഫ്രൈ ചെയ്യാനുള്ള ടർക്കിയാണ്. അത് നമ്മൾ ഇനി ഇവനെ ഇതിനകത്തോട്ട് കറക്റ്റായിട്ട് മുക്കി അവനവിടെ ഇരുന്നോളും. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ബ്രൈൻ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, വൈൽഡ് ബേർഡ്സ് വലിയ മീറ്റൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ബ്രൈൻ ചെയ്യുകയാണെങ്കിൽ നല്ല മോയിസ്റ്റായിട്ടിരിക്കും ഫ്രൈ ഒക്കെ ചെയ്യുമ്പം. സോ ഓവർനൈറ്റ് ഒരു 10 to 24 hours ഒക്കെ വെക്കാൻ അടിപൊളിയായിരിക്കും. ഇത് നാളെ നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്യാം. ഓക്കെ, ഇന്നലെ മുതൽ നമ്മളിത് ബ്രൈൻ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ടർക്കിയാണ്. നമ്മൾ തുറന്നിട്ട് ഇനി ഇത് ഡ്രൈ ആക്കിയിട്ട് നല്ല പേപ്പർ ടവലൊക്കെ വെച്ച് ഡ്രൈ ആക്കണം. എന്നിട്ട് വേണം കുറച്ച് സ്പൈസോടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. എന്നിട്ട് കൊണ്ട് ഡ്രൈ ചെയ്യണം നമുക്ക് പേപ്പർ ടവൽ വെച്ചിട്ട് ഇതിനെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കാം. ഓക്കെ, ഡ്രൈ ആക്കി നമുക്ക് പേപ്പർ ടവൽ എടുത്തിട്ട് വെള്ളമൊക്കെ ഉണ്ട് കുറച്ച് നമുക്കിങ്ങനെ ഡ്രൈ ആക്കി എടുത്ത്, അപ്പുറം പൊറോഷവും ഉണ്ടല്ലോ സ്പൈസസൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇന്നലെ നല്ലോണം ഒരു 10-13 ഓൾമോസ്റ്റ് 14 hours നമ്മൾ ഇതിനെ വെച്ചു. എല്ലാം ഡ്രൈ ആയതിനു ശേഷം 2 സ്പൈസസ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓൾ പർപ്പസ് സീസണിങ്ങും, ഇത് വേറൊരു സീസണിങ് ബ്ലെൻഡ് വിത്ത് റെഡ് ഹാർട്ടാണ്, പെപ്പറാണ്. സോ എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഇത് ഷുഗറി ടൈപ്പുള്ള പിന്നെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യില്ല. കാരണം ഇത് ചിലപ്പോൾ ബേൺ ആയിപ്പോവും, നമ്മുടെ ടർക്കി ബേൺ ആയിപ്പോവും. അതുകൊണ്ട് ഓൾറെഡി നമ്മൾ ബ്രൈൻ ചെയ്ത് അടിപൊളിയായിട്ട് ഇന്നലെ സൂപ്പറായിട്ട് എല്ലാ മിക്സിങ്ങും ചേർത്ത് അതിനകത്ത് എല്ലാം പിടിച്ചു. ഓൾറെഡി നല്ലോണം മാംസത്തിനകത്ത് എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുകൂടെ കുറച്ചുകൂടെ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് ടർക്കി എടുത്ത് വെക്കാം. ഓൾറൈറ്റ്, ഓക്കെ, ടർക്കി റെഡി ആയിട്ടുണ്ട്. ഗ്ലൗസ് ഉണ്ട് ഇവിടെ. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലൗസ് തീ ഒത്തിരി പിടിക്കാത്ത ഒരു ഗ്ലൗസാണ് ഇത്. ഫയർ റെസിസ്റ്റൻ്റ് ആണിത്. അതോടൊപ്പം തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി 375 നമുക്ക് ഇത് വെക്കേണ്ടത്, ഈ ഓയിൽ കറക്റ്റായിട്ട് വന്ന് നിൽക്കേണ്ടത്. സോ അതുകൊണ്ട് നമുക്കിവിടെ സ്റ്റൗവ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഗ്യാസ് ഇവിടെ റെഡിയാണ്. അപ്പം നമുക്കിത് ചൂടാക്കാം. ഓക്കെ, സോ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത് പീനട്ട് ഓയിലാണ്. കാരണം നല്ലോണം കുക്ക് ചെയ്ത് വരും. പീനട്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും മീറ്റെല്ലാം. സോ അതുകൊണ്ട് പീനട്ട് ഓയിലാണ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. സോ നമ്മളിതെല്ലാം ഓഫ് ചെയ്യുകയാണ്. എല്ലാം ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇത് പതുക്കെ നമ്മളിതിനെ ഇറക്കുകയാണ്. ഓക്കെ, ഇറക്കിയിട്ട് പതുക്കെ പോകാവൂ, ഇതൊക്കെ ഇറക്കാവൂ. ഇതെല്ലാം തെറിച്ച് വീഴരുത്. അതുകൊണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കാം. സോ തിളച്ച് വരുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നമ്മൾ ഇനി പതുക്കെ ഇങ്ങോട്ട് കറക്റ്റായിട്ട് ഇടുക. ഇട്ട് കഴിയുമ്പോൾ ഇതവനവിടെ നമ്മൾ കറക്റ്റായിട്ടുള്ള എണ്ണ എടുത്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്ന് വീണിട്ടുണ്ട് ഇതിനകത്ത്. നമ്മൾ എണ്ണയും കറക്റ്റാണ്. അതുകൊണ്ട് ഇത് ഓണാക്കാൻ പോവാണ്. ഇനി ഓണാക്കിയിട്ട് 375 വെച്ചിരിക്കുന്നത്. ആ ചൂടിലാണ് നമ്മൾ
കുക്ക് ചെയ്യുന്നത്. ഒരു പൗണ്ടിന് ഒരു 3 to 4 minutes വെച്ചാണ് ചെയ്യുന്നത്. സോ അപ്പം 13 times 4 ആ സമയമാണ് നമുക്ക് ഓൾമോസ്റ്റ് 40 to 50 minutes. സോ ഇതിനകത്ത് നമുക്ക് ലിഡൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ലിഡ് വെക്കേണ്ട, കാരണം അത് തിളച്ച് ഊവി ലിഡ് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ തിളച്ചിട്ട് ഇതിനെ ഫയറിനകത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അത് അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ കണ്ട. സോ നമ്മുടെ ടർക്കി അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, തിളയ്ക്കുന്നില്ല, നല്ല അടിപൊളിയായിട്ട് തിളച്ച് തൂവുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മാഷ് പൊട്ടാറ്റോസും ഗ്രേവിയും സ്റ്റഫിങ്ങും ഉണ്ടാക്കാം. അപ്പോഴത്തേനും നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും ഇത് കറക്റ്റായിട്ട് റെഡി ആവും. ഓക്കെ, ഓൾറൈറ്റ്. ടർക്കി അവിടെ ഫ്രൈ ചെയ്ത സമയം കൊണ്ട് നമുക്ക് കുറച്ച് മിനിറ്റ് ഉണ്ട്, 40 to 45 minutes ഫ്രൈ ചെയ്യാൻ സമയമുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഇവിടെ താങ്ക്സ്ഗിവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട 2 ഐറ്റംസാണ് മാഷ് പൊട്ടാറ്റോസും ഗ്രേവിയും അതോടൊപ്പം തന്നെ സ്റ്റഫിങ്ങും. അത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരുമെന്ന്. ഇവിടെ ഉള്ളവർക്ക് എല്ലാവരും മിക്കവാറുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ മൊത്തത്തിൽ ഞാൻ ഈ ടർക്കി ഫ്രൈ ചെയ്യുന്നതോട് ഒപ്പം തന്നെ ഇതുകൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക്. സോ കണ്ടവർക്കും കാണാത്തവർക്കും എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടെ നമ്മളത് ചെയ്യുകയാണ്. സോ ഇതാണ് നമ്മൾ മഷ്റൂം ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മഷ്റൂം ഉണ്ട്, ഇത് ചീസാണ്, അത് മാഷ് പൊട്ടാറ്റോസ് ഇടാനാണ്. ചിക്കൻ ബ്രോത്ത് ഉണ്ട്, അത് സ്റ്റഫിങ്ങിനകത്ത് ഒഴിക്കാനാണ്. ഞാൻ മാഷ് പൊട്ടാറ്റോസ് ഉണ്ടാക്കുന്നത് റെഡ് പൊട്ടാറ്റോസ് വെച്ചാണ്. ഓണിയൻസ് വെച്ചേക്കുന്നത് സ്റ്റഫിങ്ങിന് ഇടാൻ വേണ്ടിയാണ്. സെലറി ഉണ്ട്. സോ അങ്ങനെ കുറേ ഐറ്റംസ് ആണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന സമയത്തെല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഓടിച്ചു പറയാം. സോ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് മാഷ് പൊട്ടാറ്റോസ്, ഗ്രേവി ആൻഡ് സ്റ്റഫിങ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ കുക്കിംഗ്. സോ നമ്മുടെ പൊട്ടാറ്റോ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. സോ അതാണ്ട് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടാറ്റോ ഇട്ടു, കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. ഇച്ചിരി ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം, അപ്പോൾ ഇത് കറക്കത്തില്ല. കുറച്ച് മഷ്റൂമും. സോ നമ്മൾ മഷ്റൂം ഗ്രേവി ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ അതിനകത്ത് സോഡിയം ഉണ്ട്, എന്നാൽ ഈ ശകല ഉപ്പും പെപ്പറും നമ്മളിടുന്നു ഗ്രേവിക്ക് വേണ്ടി. ഒരു പാക്കറ്റ് മഷ്റൂമിന് ഇങ്ങനെയുള്ള ഒരു ചെറിയ പാക്കറ്റിന് 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. സോ നമ്മുടെ മഷ്റൂം ഗ്രേവി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതാണ്ട് കുറുകി ഒന്ന് തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ അത് നല്ലോണം അവിടെ ഇരുന്ന് കുറുകിക്കോളും. വേണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തേക്കാം. ഓഫ് ചെയ്ത് ആ ചൂടിൽ അതൊന്ന് കുറുകി. സോ നമ്മുടെ പൊട്ടറ്റോ നമ്മൾ ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞു. പൊട്ടറ്റോ താണ്ട് ഇവിടെ ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്നു, ഓൾമോസ്റ്റ് ഡണായി. ആ സമയം കൊണ്ട് നമുക്ക് സ്റ്റഫിങ്ങിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാം. ഓക്കെ, കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച്. ഓക്കെ, ഒലിവ് ഓയിൽ ഒഴിക്കുന്നത് നമ്മുടെ ബട്ടർ ഓടി പറഞ്ഞതാണ്, ഇതാവാതിരിക്കാൻ വേണ്ടിയാണ്, കറക്കാതിരിക്കാൻ വേണ്ടിയാണ്. ബട്ടർ ഇടുന്നു, ഓണിയൻസ് ഇടുന്നു, സെലറി ഇടുന്നു, സോൾട്ട്, പെപ്പർ, പാഴ്സലി, റോസ്മേരി, സോൾട്ട്, കുറച്ച് ഗാർലിക്. ഈ ബ്രെഡ് ഉണ്ടല്ലോ, സാധാരണ ബ്രെഡ് മേടിച്ചിട്ട് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്ത് വെക്കാം ഓവനിൽ വെച്ചിട്ട്. നമ്മളിത് റെഡിമെയ്ഡാണ്. ചിക്കൻ ബ്രോത്ത് ഇടുകയാണ്. ചൂടായിട്ടുണ്ട്. ഇങ്ങോട്ട് വേണ്ട സ്റ്റഫിങ് എടുത്ത് വെക്കുകയാണ്. ഒരു അരമണിക്കൂർ സ്റ്റഫിങ് അവിടെ ഇരുന്നോളും. സോ നമ്മുടെ ടർക്കി അവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഗ്രേവി ഉണ്ടാക്കി, മഷ്റൂം ഗ്രേവി ഉണ്ടാക്കി, അതോടൊപ്പം തന്നെ സ്റ്റഫിങ് റെഡിയാക്കി കുട്ടപ്പനാക്കി നമ്മൾ ഓവനിൽ കയറ്റി. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇവിടെ ആവി കയറ്റി റെഡി ടു ഗോ. മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാണ്. സോ നമ്മൾ ബട്ടർ ഇടുന്നു. ബട്ടർ ഇട്ടതിന് ശേഷം നമ്മളിതിനെ നല്ലോണം ഇളക്കും. നമുക്കൊരു പൊട്ടറ്റോ സ്മാഷറുണ്ട് ഇവിടെ, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബട്ടർ വെച്ചിട്ട് ഇത് നമ്മൾ നല്ലോണം റെഡിയാക്കി എടുക്കണം. സോ ഇങ്ങനെ സ്മാഷ് ചെയ്യുമ്പോൾ ഓർമ്മ വരുവാണ് പണ്ട് ബോസ്റ്റൺ മാർക്കറ്റ് ജോലി ചെയ്ത്. കാരണം ഞാനും ഞങ്ങളുടെ കസിന്മാരും ലിയോച്ചാനും വിൻസൻ എന്ന് പറഞ്ഞ എൻ്റെ കസിന്, ഞങ്ങൾ എല്ലാവരും ബോസ്റ്റൺ മാർക്കറ്റ് ജോലിയുണ്ട്. അവിടെ ഈ താങ്ക്സ്ഗിവിൻ്റെ ഫുഡ് കുറേ ഉണ്ടാക്കുന്ന സ്ഥലമാണത്. കാരണം ബോസ്റ്റൺ മാർക്കറ്റ് അവിടെ മാഷ് പൊട്ടാറ്റോസും ഗ്രേവിയും സ്റ്റഫിങ്ങും ഇതേപോലുള്ള ചിക്കനും ടർക്കിയും. സോ നമ്മൾ ആദ്യമേ തുടങ്ങിയത് ചിക്കൻ ഇങ്ങനെ ഇതായിട്ടാണ് തുടങ്ങിയത്. ചിക്കൻ ക്ലീൻ ആക്ക് പരിപാടി തൊട്ട് പിന്നാണ് കുക്കിങ്ങിലോട്ട് കയറുന്നത്. അന്നേരം ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഈ മാഷ് പൊട്ടാറ്റോസും സ്റ്റഫിങ്ങും ഒക്കെ. നല്ല ഓർമ്മ വരുവാണ് ആ സമയത്ത്. നമ്മൾ അങ്ങനെയാണ് കുറച്ച് കുക്കിംഗ്, ഈ അമേരിക്കൻ ഫുഡിനോടുള്ള കുറേ കുക്കിങ്ങിനൊക്കെ താല്പര്യമൊക്കെ വന്നത്. സോ എനിവേ ഞാൻ ഈ സമയത്തങ്ങ് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. നമുക്ക്
ബട്ടർ ചേർത്ത് നമ്മൾ ഇളക്കി കുറച്ച് നമുക്കിനി കുറച്ച് അതിൻ്റെ ഫിലഡൽഫിയ, ഞങ്ങളുടെ സ്വന്തം ഫിലഡൽഫിയ ക്രീം ചീസ് ചേർക്കുന്നു. ലൈറ്റ് ക്രീം ഒഴിച്ചു കൊടുക്കാം, ശകലം ലൈറ്റ് ക്രീം മതി. നല്ലോണം മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം കുറച്ച് സോൾട്ട്. ഉപയോഗിക്കുന്നത് കണ്ട ഇറ്റാലിയൻ സ്റ്റൈല് 6 ചീസുള്ള ബ്ലെൻഡാണ്. സോ എല്ലാം ഉള്ളതാണ്. സോ അത് നമ്മൾ ഇടാൻ പോവുകയാണ്. കുറച്ച് നമ്മുടെ മാഷ് പൊട്ടറ്റോസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ടേസ്റ്റ് നോക്കുകയാണ്, ഉപ്പെല്ലാം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ആഹാ, അപ്പോൾ മോള് പറഞ്ഞു കുറച്ചുകൂടെ ചീസ് വേണമെന്ന്. സോ നമ്മൾ കുറച്ച് ചീസ് കൂടെ ഇടുന്നു. ഓൾറൈറ്റ്, യു നോ വാട്ട് ജോഹാന, നമ്മൾ മൊത്തം ഇടുക ചീസ്, ക്രീമി ചീസ് മാഷ് പൊട്ടറ്റോസ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം, അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. കാരണം ഇത് നല്ല ഓയിലും നല്ല ചൂടും ഉണ്ട് ഇവിടെ. സോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം. നമ്മുടെ ടർക്കി അടിപൊളിയായിട്ട് വരുന്നുണ്ട്. സോ ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം റെഡി ആയിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവെക്കാം. മിസ് ലുക്ക് അറ്റ് ഇറ്റ്. സോ നമ്മുടെ ടർക്കി ഇതാണ്ട് ഇവിടെ റെഡിയായി. ഓൾമോസ്റ്റ് 1 hour ഇതിനകത്ത് വെച്ചു. സോ അത് എടുക്കാൻ പോവാണ്. സോ നമ്മളിത് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ആഹാ, ഓ വോ, നമ്മുടെ ടർക്കി ഉണ്ടല്ലോ, സൂപ്പർ മാൻ, ലുക്ക് അറ്റ് ഇറ്റ്. ആഹാ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടേ, സൂപ്പർ. നമ്മുടെ ടർക്കി കണ്ടോ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ടേ. ഓൾറൈറ്റ്, നമ്മുടെ ടർക്കി എടുത്ത് മാറ്റി ആണ്. Look at it, man. Look at this turkey. Came out perfect. Right, Johanna? Looks good. നമുക്ക് എല്ലാവർക്കും കഴിക്കത്തക്കോണക്ക് നല്ല മൊരിഞ്ഞ് ഇതൊന്ന് കട്ട് ചെയ്യാനിട്ട് വയ്യാനി വന്നിട്ടുണ്ട്. So look at it. Oh, ഇപ്പോൾ തന്നെ അളന്ന് വരും. Good, man. Let's go. Alright. So നമ്മൾ ടർക്കിയൊക്കെ ഉണ്ടാക്കി, നിങ്ങൾ കണ്ട സ്റ്റഫിങ് ഉണ്ടാക്കി, മാഷ് പൊട്ടറ്റോസ് ഒക്കെ ഉണ്ടാക്കി, ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഒരു ക്രിസ്ത്യൻ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സമർപ്പിക്കുന്നു. നമുക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട്, ഒരു പ്രാർത്ഥനയായിട്ട് ഞാനത് പാടുകയാണ്. സോ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പിട്ട്. സോ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് വയ്യ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം വരുന്നുണ്ട് പുറകാലെ ഈ പാട്ടിന് ശേഷം. ഓക്കെ, സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നും ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ സ്തുതി പാടിടും എൻ്റെ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും ചൊല്ലുന്നു ഞാൻ. നന്മകളും എനിക്കേകിടും കൃപാനിധി, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി, യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോരു സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോരു സ്തുതി. നന്ദിയോടെ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നും ചൊല്ലുന്നു ഞാൻ.
ടർക്കി കട്ട് ചെയ്യാനുള്ള സമയമായി. I'm thankful for my family, my parents, the doctors and nurses, and people who help others, and people who care for others. Good job. Johanna, why we celebrate Thanksgiving? It's like when the people came to America and then they celebrate. They go to church in the temple and then they praise God for winning like wars or getting rid of disease and stuff like that. And then they have a feast and then നമ്മൾ താങ്ക്ഫുൾ ആണ് ഇതിനെല്ലാം. സോ നമ്മൾ ബേസിക്കലി നമ്മളിനി ടർക്കി കട്ട് ചെയ്യാൻ പോവാണ്. ഓൾറൈറ്റ്, നമ്മുടെ ടർക്കി ടർക്കി കട്ട് ചെയ്യുന്നതിന് ഇവിടെ ഉണ്ടല്ലേ. ഇത് കണ്ടല്ലോ, ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് കണ്ടോ ടർക്കി കണ്ടേ പൊട്ടിച്ച് കണ്ടേ. ഇത് കണ്ടോ വാവ്, ലുക്കറി. ഇത് കണ്ടോ ഇങ്ങനെ പിടിച്ചെടുക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ അതുകൊണ്ട് നോക്കട്ടോ. ഓ നമ്മുടെ ടർക്കി കണ്ടേ നമ്മളിവിടെ എടുത്ത് വെക്കുകയാണ്. അതിനുശേഷം ഞാൻ നോക്കട്ടെ, കാല് നോക്കട്ടെ. വാ, ലുക്കറി. ടർക്കി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ബേസിക്കലി നിങ്ങൾ കണ്ട് കാല് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറിച്ചു വെക്കുന്നത്. സത്യം പറഞ്ഞ കാല് ഇങ്ങനെ വരുന്നു. ഓക്കെ, നമ്മുടെ ടർക്കി ഇത് കണ്ട സ്ലൈസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാശ് അളിയാ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഓക്കെ അളിയാ, വരുന്നു. വേണ്ട, ഞാൻ ഇന്നലെ കണ്ട് ഇഞ്ചെക്ട് ചെയ്ത സ്പൈസ്. വാവ്, ട്രൈ ചെയ്ത് കളിയാ. അങ്ങോട്ടെന്ന് പറ. ഇങ്ങോട്ട് ഗായ്സ് ഹിയർ. ഐ ലൈക്ക് ഇറ്റ് ഗായ്സ്. നമ്മുടെ സിസ്റ്റർ യഥാർത്ഥ അഭിപ്രായം പറയണം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഞാനും ടർക്കിയുടെ ഫേവറേറ്റ് ആളൊന്നുമല്ല. ഓക്കെ, എന്തോ ടേസ്റ്റ് മാതിരിയുണ്ട്. ചിക്കൻ കഴിക്കുന്നതിന്റെ കൂട്ടാണ് സത്യം പറഞ്ഞാൽ. അത് ഫ്രൈ ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്ന ആളിയാ. ടർക്കി ഇങ്ങനെ ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞാല്. കാരണം എപ്പോഴും ചിക്കനാണ് കഴിക്കുന്നത്, പക്ഷെ ഇതിപ്പം നമ്മൾ ചിക്കൻ കഴിക്കുന്നതിന്റെ അതേ ഒരു രുചി. ഇത് ഗ്രേവി പോലും നമ്മൾ ചേർത്തിട്ടില്ല. ഇത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇതിനകത്ത്. നമ്മൾ വന്നിട്ട് കണ്ടോ എല്ലാം കണ്ടേ ക്ലീൻ ആയിട്ട് ഇത് കണ്ടോ സാറിന് ഇത് കണ്ടോ ഇത് വന്നുണ്ടോ. ഓക്കെ റീന, ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ. എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് ചിക്കൻ ടേസ്റ്റ് ഉണ്ടോ? ചിക്കൻ കാല് കഴിക്കുന്ന പോലെ എല്ലാം ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. സോ ഇത് കണ്ടോ, ഞാനൊരു പീസ് കണ്ടേ ഒരു ബേൺ ചെയ്യണ്ടേ. വാവ്, നോക്ക് ഇതിനകത്ത് ഒരു എങ്ങുമില്ല വേവാത്തത്. ഇത് കണ്ടോ എല്ലാം അടിപൊളിയായിട്ട് വേണ്ടേ. ഇങ്ങോട്ട് നോക്കാം. ആഹാ, എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പിനച്ച് ഇച്ചിരി കോണും കൂടുതലുണ്ടല്ലോ. ഈ ഉണ്ടോ ഒരു പീസ നമ്മൾ കഴിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ടർക്കി എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ലാത്ത സാധനമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ശകലം കഴിക്കും ടർക്കി പേരിന് വേണ്ടി. സത്യം പറഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ടർക്കി. നിങ്ങൾ കണ്ടതാണ് പ്രോസസ് എല്ലാം. ഈ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഡിന്നർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മാക്ക് ആൻഡ് ചീസും ഈ സ്റ്റഫിങ്ങും മാഷ് പൊട്ടറ്റോസൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. മാഷ് പൊട്ടറ്റോസും സ്റ്റഫിങ്ങും ഞാൻ ഓടി ഉണ്ടാക്കി അതിനകത്ത് റെസിപ്പി വരും. സോ നിങ്ങളത് ട്രൈ ചെയ്യണം. അതോടൊപ്പം തന്നെ ടർക്കി ഫ്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയായിരിക്കും. ഇല്ലേ കളി ഇഷ്ടപ്പെട്ടില്ലേ? നമ്മൾ സാധാരണ ടർക്കി കഴിക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈസസും വന്നു, പിന്നെ നല്ലോണം ഫ്രൈ ചെയ്തുകൊണ്ട് നല്ല ജ്യൂസിനെസ്സും ഉണ്ട്. ഇങ്ങനെ ടർക്കി കഴിക്കുന്നത് യൂഷ്വലി നമ്മൾ വേറെ രീതിയില്ല. സോ എനിവേ നിങ്ങൾ again thanks for watching our channel, thanks for family and share and care. സോ നമ്മളെല്ലാം ഉണ്ടാക്കി അടിപൊളിയായിട്ട് കഴിച്ചു, നമ്മൾ എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഗിവ് ചെയ്യുന്നു. Till next time, and take care.
Bye-bye. All right, thanks Elliot and family for coming. So bye-bye. Take care till next time. Bye. Be safe, be careful, be smart, and have a wonderful Thanksgiving. ഇത് ഞങ്ങളുടെ അസൻഷൻ മാർത്തോമ ചർച്ചിൻ്റെ യുനെസ്കോയും യങ് ഫാമിലിയോട് നടത്തിയ ഒരു താങ്ക്സ് ഗിവിംഗ് ഡ്രൈവാണ്. എല്ലാവർക്കും ടർക്കി വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അച്ഛന്മാരും എല്ലാവരും ഉണ്ട്. സോ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നു. How you guys like the food? Good? Man, enjoying it? Yeah, Alright. I like the cranberry sauce the best. Best, not the turkey? I do like the turkey. Oh, okay. Ava? All good? Okay. Johanna? Yes. What's up? My man. എല്ലാം ഇരിക്കുന്നേ ഉള്ളൂ.